ഡോക്ടർ ഷിജു ഖാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷിജു ഖാൻ, താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ലോക ജനതയാകെ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു ഗാസയിലെ കൂട്ടക്കുരുതി, ദിവസം തോറും നടക്കുന്ന കൊലപാതകം, ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരത. അത് ഗാസയാകെ തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ ഗാസയിൽ സമാധാനം പുലരുന്നു എന്ന സമാധാന സൂചകമായ വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നു. താങ്കൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? 2023 ഒക്ടോബർ 27 ശേഷം നടന്നിട്ടുള്ള വലിയ ആക്രമണത്തിൽ ഏതാണ്ട് 50,000-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. മാത്രമല്ല, പൊതു സ്ഥാപനങ്ങളടക്കം, വിദ്യാലയങ്ങളടക്കം, ആശുപത്രികളടക്കം ആക്രമിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വളരെ നടുക്കുന്ന കാഴ്ചകളും കരളലിയിപ്പിക്കുന്ന കാഴ്ചകളും വിലാപങ്ങളും കൊണ്ട് പശ്ചിമേഷ്യ മുഖരിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ലോകത്തെ സമാധാനവാദികളെല്ലാം ആഗ്രഹിക്കുന്നത് ഇപ്രകാരം ഒരു യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നാണ്. ഇസ്രായേലിന്റെ കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനവും ആക്രമണവുമാണ് പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിയത്. കുഞ്ഞുങ്ങളും വയോജനങ്ങളും അടക്കം കൂട്ടക്കുരുതിക്ക് വിധേയമാകുന്ന കാഴ്ച ഒരുപക്ഷെ ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത വിധം ഏകപക്ഷീയമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ സമാധാനവാദികളുടെ എല്ലാം ആഗ്രഹമായിരുന്നു ഇതിനൊരു ശമനം ഉണ്ടാകണമെന്ന്. പലപ്പോഴായി ഈ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് ലോക ജനത പ്രത്യാശിച്ചു, ആഗ്രഹിച്ചു. പല ചർച്ചകൾ നടന്നു. യുണൈറ്റഡ് നേഷൻസ് അടക്കം ഇടപെട്ടിട്ടും സംഘർഷങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഗാസയിലെ പലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്നും ഒക്കെയുള്ള പ്രത്യാശ വീണ്ടും ഉയരുകയാണ്. തീർച്ചയായിട്ടും ഇത് ഈ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണം. ഏകപക്ഷീയമായ മാനവരാശിക്കെതിരായിട്ടുള്ള ഈ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് നമുക്കെല്ലാം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ വെടിനിർത്തൽ ഔദ്യോഗികമായിട്ട് തന്നെ അത് നിലവിൽ വരണം. ഈ ഗാസയിലെയും പലസ്തീനിലെയും മനുഷ്യർക്കെതിരായിട്ടുള്ള ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവണം. വാസ്തവത്തിൽ 2023 ഒക്ടോബർ 7 ശേഷം പൊട്ടിപ്പുറപ്പെട്ടതല്ല. 1948 ഇസ്രായേലിന്റെ അവിഭക്ത പലസ്തീനെ വെട്ടിമുറിച്ച് ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പല കാലങ്ങളിൽ 60കളിലും 80കളിലും ഒക്കെ നടത്തിയ നിരവധി യുദ്ധങ്ങളിലൂടെ പലസ്തീന്റെ നിരവധി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം വന്നു. എന്ന് മാത്രമല്ല, പിന്നെ ജെറൂസലേം പോലുള്ള ലോകത്തെ എല്ലാ മതങ്ങളുടെയും വിശേഷപ്പെട്ട സ്ഥലമായിട്ടുള്ള ജെറൂസലേം പോലെ, ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ജെറൂസലേം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും സാധാരണക്കാരായ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നു. അവർക്ക് ക്രിസ്ത്യാനികൾക്ക് ആ പ്രദേശത്തേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. പ്രത്യേക പെർമിറ്റ് ഏർപ്പെടുത്തുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ ഈ അറബ് ജനവിഭാഗം, പ്രത്യേകിച്ചും പലസ്തീനിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതര ജനവിഭാഗങ്ങളും അടക്കം വലിയ ആക്രമണങ്ങൾക്ക് വിധേയരായ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ജൂത ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒട്ടനേകം സംഘടനകൾ അമേരിക്കയിലും യൂറോപ്പിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലും പറഞ്ഞത് ഞങ്ങളുടെ പേരിൽ ഈ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ്. ഞങ്ങളുടെ പേരിൽ നടത്തുന്ന ഈ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ജൂത ജനവിഭാഗത്തിന്റെ സംഘടനകൾ വരെ ആവശ്യപ്പെട്ടു. അപ്പോ അതുകൊണ്ട് തന്നെ മാനവരാശി ആഗ്രഹിക്കുന്നത് ഈ യുദ്ധം അവസാനിക്കണം. പിന്നെ ഈ പ്രകാരമുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അവസാനിക്കണം. ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനം നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മറ്റ് സന്ധി സംഭാഷണങ്ങളൊക്കെ സജീവമായി നടക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പലസ്തീനിലെയും ഇസ്രായേലിലെയും അടക്കം സമാധാനകാംക്ഷികളെല്ലാം ഈ യുദ്ധം അവസാനിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ശുഭകരമായിട്ടുള്ള വാർത്തകൾക്ക് തന്നെയാണ് ലോകം കാതോർക്കുന്നത്.